റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർ അനൂപിന് പോലീസിന്റെ മർദ്ദനം. പി കെ അനൂപ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, എന്താണിപ്പോൾ അനൂപ് നൽകിയ പരാതിയിൽ പറയുന്നത്? ഏത് പോലീസുകാരാണ് മർദ്ദിച്ചതെന്ന് അറിയാനാകുന്നുണ്ടോ? സ്മൃതി, റെയിൽവേ സ്റ്റേഷനിൽ 30-ാം തീയതി വൈകിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശരത്, ജയൻ എന്നു പേരുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് PB അനൂപ് DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ 30-ാം തീയതി വൈകുന്നേരമാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ, മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് പോയത്. ഈ സമയത്ത് വാഹനത്തിൽ കൊണ്ടുവിടാൻ വേണ്ടി അനൂപായിരുന്നു പോയിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിണറായി വിജയൻ ഔദ്യോഗിക വാഹനമോ വസതിയോ ഉപയോഗിച്ചില്ല. അത് കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ AKG സെന്ററിലെ വാഹനമാണ് പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. AKG സെന്ററിലെ ഡ്രൈവറാണ് അനൂപിന്റെ കാറിൽ പൈലറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് മുമ്പിൽ പിണറായി വിജയന്റെ വാഹനവും തൊട്ടു പിന്നിൽ എസ്കോർട്ട് എന്ന നിലയിലാണ് പോലീസ് വാഹനവും ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ VVIPകൾ പോകുന്ന സമയത്ത് അവർക്ക് വാഹനമിടാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഈ വാഹനം ഇട്ട സമയത്താണ് വണ്ടി എടുത്തു മാറ്റട എന്ന് പറഞ്ഞ് കഴുത്തിൽ പിടിച്ച് തള്ളിയത് എന്നാണ് അനൂപ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഒപ്പം എസ്കോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അതിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവുമായി വന്ന വാഹനമാണ് എന്ന് പറഞ്ഞിട്ടും തന്നെ മർദ്ദിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. കഴുത്തിൽ പിടിച്ച് കുത്തി തള്ളിയിട്ടു എന്നാണ് അനൂപിന്റെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ നെയിം ബോർഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ പേര് ശരത്തെന്നും ജയനെന്നാണെന്ന് പരാതിയിൽ പറയുന്നു. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടാനാണ് പിണറായി വിജയന്റെയും CPIMന്റെയും തീരുമാനം. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.